വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 18 ഷാൾ ഐ കമ്പയർ thee ടു എ സമ്മേഴ്സ് ഡേ എന്ന വരിയോടെ തുടങ്ങുന്ന ഈ കവിതയിൽ കവി തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു വേനൽ ദിവസത്തോട് താരതമ്യം ചെയ്യുകയാണ്. താരതമ്യവും വ്യത്യാസവും കവി പറയുന്നു, വേനൽക്കാലം ചിലപ്പോൾ വളരെ ചൂടായിരിക്കും, ചിലപ്പോൾ കാറ്റ് പൂക്കളെ നശിപ്പിക്കും. വേനൽക്കാലം വളരെ ചെറുതാണ്, അതിനാൽ പ്രിയപ്പെട്ടവൻ വേനൽക്കാലത്തേക്കാൾ മനോഹരവും സ്ഥിരവുമാണ്. അദ്ദേഹം സൗന്ദര്യത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യം കാലക്രമേണ മങ്ങിപ്പോകും, പക്ഷേ കവിയുടെ പ്രിയപ്പെട്ടവൻ്റെ സൗന്ദര്യം ഒരിക്കലും കുറയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആ സൗന്ദര്യം കവിതയിൽ ജീവിക്കും. കവിതയുടെ ശക്തി അദ്ദേഹം ഇതിലെടുത്ത് പറയുന്നുണ്ട്. ഈ കവിത നിലനിൽക്കുന്നിടത്തോളം, ആളുകൾ ഇത് വായിക്കുന്നിടത്തോളം പ്രിയപ്പെട്ട സൗന്ദര്യം എന്നും നിലനിൽക്കും. പ്രധാന ആശയം എന്ന് പറയുന്നത് സൗന്ദര്യവും പ്രണയവും, കാലത്തിൻ്റെ സ്വഭാവം, കവിതയുടെ അമരത്വം, ഇമ്മോർട്ടാലിറ്റി ഓഫ് പോയട്രി. ഓക്കെ, ചുരുക്കത്തിൽ വില്യം ഷേക്സ്പിയർ എഴുതിയ സോണറ്റ് 18 കവിത തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സൗന്ദര്യം വേനൽക്കാലത്തേക്കാൾ സ്ഥിരമാണെന്ന് പറയുന്നു. കാരണം അത് കവിതയുടെ വഴി ശാശ്വതമായി നിലനിൽക്കും. So that's all about this video.